നിത്യനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവവചനത്തിൽ മനുഷ്യൻ്റെ ജീവനും ഭക്തിക്കും ആവശ്യമായ അനേകം നിർദ്ദേശങ്ങളും ആലോചനകളും ഉണ്ട്. അത് പ്രാവർത്തികമാക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നത് ദൈവവചനപ്രകാരവും സമൂഹത്തിൻ്റെ മുൻപിലും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായിത്തീരുന്നു. ആനുകാലിക ജീവിതത്തിൽ വിശ്വാസിക്ക് അഭിവൃദ്ധിക്കാവശ്യമായ ദൈവവചന നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുകയും അതിനെ അനുവർത്ഥമാക്കി മുൻപോട്ട് പോവുകയും ചെയ്യുവാൻ ദൈവവചനം എപ്പോഴും നിഷ്കർഷിക്കാറുണ്ട്. എന്നാൽ അത് പലപ്പോഴും ഗ്രഹിക്കുവാൻ കഴിയാതെ മനുഷ്യ ജീവിതത്തിൽ മാതൃകയില്ലാത്തവരായി, തകർച്ചയുള്ളവരായി, പരാജയമായി തീരുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ ഞാൻ അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അഭിവൃദ്ധിക്കായി ആത്മീക മാനദണ്ഡങ്ങളെ പാലിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ സത്യത്തിൽ എങ്ങനെ നമുക്ക് ജീവിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ സ്പിരിച്വൽ ട്രൂത്ത്സ് അബൌട്ട് അവർ ലൈഫ്, നമ്മുടെ ആനുകാലിക ജീവിതത്തിൽ ജീവിക്കുവാൻ അനിവാര്യമായ ആത്മീക സത്യങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ ഇവിടെ പങ്കുവയ്പ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ ഇവിടെ വായിക്കട്ടെ. അവരുടെ ഫലങ്ങൾ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. പിന്നെയും ഞാൻ വായിക്കട്ടെ 17-ാം വാക്യം. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം വിശ്വസ്തരായി ജീവിക്കുവാൻ പ്രാവർത്തികമാക്കേണ്ടുന്ന ചില സത്യങ്ങൾ. ഒന്നാമതായി ഞാൻ മനസ്സിലാക്കുന്നത് ലവ് യുവർ എനിമി, നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യം. മാത്രമല്ല, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലപ്പോഴും മാനുഷിക ജീവിതത്തിൽ അപ്രാപ്യമായ ഒരു വശമാണിത്. ശത്രുവിനെ സ്നേഹിക്കുക, മാത്രമല്ല ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. രണ്ടാമതായി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ തന്നെത്താൻ ത്യജിക്കുക. 2 യജമാനന്മാരെ ഒരേ സമയത്ത് സ്നേഹിക്കുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ സെർവ് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്, സത്യവചനത്തെ യഥാർത്ഥമായി അനുസരിക്കുകയും അതിനായി ജീവിക്കുകയും ചെയ്യുക. 2 തിമോത്തിയോസ് 2:15. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ കഴിയാത്ത ദൈവവചനത്തിൻ്റെ പ്രതിഫലം പ്രാപിക്കുന്നവരായി തീരും. അപ്പോൾ സത്യത്തോട് മായം ചേർക്കുവാൻ ഇടവരരുത്. സത്യവചനത്തെ യഥാർത്ഥമായി വിശ്വസിക്കുക, മാത്രമല്ല സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുക. കാര്യലാഭത്തിനും ഉദവികൾക്കും വേണ്ടി അനേകർ ഇന്ന് സത്യവചനത്തെ വളച്ചുകൂട്ടി അവർക്ക് കാര്യലാഭം ലഭ്യമാകാൻ വേണ്ടി പലപ്പോഴും പല നിലകളിൽ മുൻപോട്ട് പോകുന്ന ഒരു ലോകത്തെ ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ നഷ്ടമാകട്ടെ ലാഭമാകട്ടെ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരായി തീരുവാൻ നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. 4-മതായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും, സുഖത്തിലും ദുഃഖത്തിലും കഷ്ടങ്ങളിലും, ജീവിതത്തിൻ്റെ ഓരോ മേടുകളിലും വിശ്വസ്തരായി ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കുക. മാത്രമല്ല, ബി എക്സാമ്പിൾ ടു ദ പീപ്പിൾ എറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരോടും നല്ല മാതൃക ഉള്ളവരായി ജീവിക്കുവാൻ ശ്രമിക്കുക. എല്ലാവരുടെയും മുൻപിൽ നല്ല നിലവാരവും വിശ്വസ്തതയും സത്യവും ഉള്ളവരായി ജീവിക്കുവാൻ ശ്രമിക്കുക. പിന്നെയും 5-മതായി ഞാൻ ഇവിടെ ചിന്തിക്കുന്നത്, ബി ആൻ എക്സാമ്പിൾ ഇൻ യുവർ പ്യൂരിറ്റി.
ദൈവവചനപ്രകാരം നമ്മുടെ നിർമ്മലതയെ സൂക്ഷിക്കുവാൻ, സത്യത്തെ സൂക്ഷിക്കുവാൻ നാം തയ്യാറാകുക. 119 സങ്കീർത്തനം 9 വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ വചനപ്രകാരം അവനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഒരു ബാലൻ്റെ നടപ്പ് എങ്ങനെ നിർമ്മലമാക്കുവാൻ കഴിയും? യഹോവയുടെ വചനപ്രകാരം ഒരുവൻ തന്നെ സൂക്ഷിക്കുമ്പോൾ തന്നെ. 6, ദൈവിക വിശ്വാസത്തിൽ ഉള്ള അധിഷ്ഠിതമായ മാതൃകാ ജീവിതം നിലനിർത്തുവാൻ ശ്രമിക്കുകയും വിളിച്ച ദൈവത്തെ മനഃപൂർവ്വമായി സേവിക്കുവാൻ തയ്യാറാകുകയും ചെയ്തുകൊണ്ട് ലോകത്തിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കി അതിനായി ജീവിക്കുക. 7, നല്ല സ്വഭാവം നിലനിർത്തുക, നല്ല ഫലം പുറപ്പെടുവിക്കുക. മത്തായിയുടെ സുവിശേഷം 7 അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ നാം വായിച്ചതുപോലെ പലപ്പോഴും നമ്മുടെ ഫലം കണ്ട് ലോകം നമ്മളെ തിരിച്ചറിയുവാൻ ഇടവരട്ടെ. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിരികളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമോ? നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. ഈ ലോകത്തിൽ ഒത്തിരി പ്രലോഭനങ്ങളുണ്ടാകാം. ഈ ലോകത്തിൽ മാടി വിളിക്കുന്ന ഒത്തിരി മോഹങ്ങളുണ്ടാകാം. ഈ ലോകത്തിൽ നമ്മളെ വീഴ്ച കളയുവാൻ തക്കവണ്ണം അനേകവിധമാകുന്ന പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരാം. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള ഭക്തിയെ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ നല്ല പോർ പൊരുതിക്കൊണ്ട് 17 വാക്യത്തിൽ വായിക്കുന്നത് പോലെ, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നു. അതേ, നമ്മുടെ മുമ്പിൽ ഒരു ന്യായവിധി, അതേ, നമ്മുടെ മുമ്പിൽ ഒരു ഫലങ്ങളുടെ വിഭജനം നടക്കുന്ന ഒരു കാലം വരുന്നു. അപ്പോൾ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ വരുന്നു. അതുകൊണ്ട് ദൈവം നമ്മളോട് നിർദ്ദേശിക്കുന്ന, ദൈവവചനം നമ്മളോട് അനുശാസിക്കുന്ന വചനത്തിൻ്റെ സത്യങ്ങളെ മുറുകെ പിടിച്ച് മാതൃകാപരമായി, സത്യസന്ധമായി ദൈവവചനത്തിന് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതേ, നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലം കായ്ക്കുന്നവരായി ദൈവസന്നിധിയിൽ നമുക്ക് ജീവിക്കാം. മേ ഗോഡ് ബ്ലസ് യു ഓൾ. സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട എല്ലാവർക്കായും സ്തോത്രം. ജീവിതത്തിലെ കുറവുകൾ പരിഹരിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നല്ല ഫലം കായ്ച്ച് മുൻപോട്ട് പോകുവാൻ ആവശ്യമായ ദൈവവചനത്തിൻ്റെ കൃപ നിൻ്റെ ജനത്തിൻ്റെ മേൽ സ്വർഗം കൽപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. നിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവമേ, നിൻ്റെ ജനം ഒരു മാതൃകയാകണം, നന്മയാകണം, അനുഗ്രഹമാകണം. നിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധി കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.